പ്യാരെ ബച്ചോ നമസ്തേ. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ പക്ഷിയും ദീമക്കും എന്ന് പറയുന്ന ഒരു കഥ പഠിക്കാം. പക്ഷിയും ചിതലും എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹിന്ദി സാഹിത്യത്തിലെ സുപ്രസിദ്ധ കഥാകൃത്തും ലേഖകനുമായ ഗജാനൻ മാധവ മുക്തിബോധാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ ജീവിത ലക്ഷ്യം നേടാനാവൂ. അലസത ഒന്നിനും ഒരു പരിഹാരമല്ല. ഇന്നത്തെ തലമുറ ജീവിത വിജയത്തിനായി കുറുക്കു വഴികൾ തേടുകയും ആപത്തിൽപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഒരു പക്ഷി തന്റെ തൂവലുകൾ വ്യാപാരിക്ക് നൽകിക്കൊണ്ട് ചിതലുകൾ വാങ്ങി കഴിക്കുന്നു. അവസാനം പക്ഷിയുടെ അസ്തിത്വം നഷ്ടപ്പെട്ട് ആപത്തിൽപ്പെടുകയും ചെയ്യുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ഉപദേശം കൂടിയാണ് ഈ കഥ. സമകാലിക സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഗജാനൻ മുക്തിബോധ എഴുതിയ പക്ഷി और दीमक എന്ന കഥയിലേക്ക് നമുക്കൊന്ന് പോകാം. पक्षी और दीमक मुक्तिबोध कथा। एक था पक्षी, वह नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था। उसके साथ उसके पिता और मित्र भी थे। सब बहुत ऊंचाई पर उड़ने वाले पक्षी थे। उनकी निगाहें भी बड़ी तेज थी। उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती। एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है। उसमें बड़े बड़े बोरे भरे हुए हैं। गाड़ी वाला चिल्ला चिल्ला कर कहता है, 2 दीमकें लो, एक पंख दो. എന്താ ഇവിടുത്തെ അർത്ഥം നമുക്ക് നോക്കാം. ഏകദാ പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. വഹ് നീലെ ആസ്മാൻമേ ഖൂബ് ഊഞ്ചായി പർ ഉടുത്താ ജാ റഹാ താ. അത് നീലാകാശത്തിൽ വളരെ ടോപ്പിലായിട്ട് ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്കെ സാത്ത് ഉസ്കെ പിതാവ് और മിത്ര भी थे. അതായത് അവന്റെ അച്ഛനും മിത്രങ്ങളും ആ പക്ഷിയോടൊപ്പം ഉണ്ടായിരുന്നു. അതായത് പക്ഷികൾ കൂട്ടമായിട്ടാണ് ഇവിടെ പറക്കുന്നത്. സബ് ബഹുത് ഊഞ്ചായി പർ ഉടനെ വാലെ പക്ഷി थे. വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു അവർ. ഉൻകി നിഗാഹേം ബി ബഡി തേജ് ദി. അവരുടെ ദൃഷ്ടി, നോട്ടം, നിഗാഹ് എന്ന് വെച്ചാല് നോട്ടം, ബഡി തേജ് ദി വളരെ ഷാർപ്പായിരുന്നു, മൂർച്ചയുള്ളതായിരുന്നു, എന്ന് വെച്ചാൽ തീഷ്ണതയുള്ളതായിരുന്നു. താഴത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. ഉന്നെ ദൂർ ദൂർ കി ഫനക് അവർ ദൂർ ദൂർ കി മഹക് ബി മിൽ ജാതി. ഫനക് എന്ന് വെച്ചാൽ ശബ്ദം, അതായത് ദൂരത്തുള്ള ശബ്ദവും ദൂരത്തുള്ള ഗന്ധവും അവർക്ക് ലഭിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊന്മാനൊക്കെ മീനെടുക്കാൻ വരുന്ന കണ്ടില്ലേ, ഈ മരത്തിൽ ഇരുന്നിട്ട് ഷാർപ്പായിട്ട് ഇങ്ങനെ വന്ന് ആ പോയിന്റ് ചെയ്ത് വന്ന് മീൻ എടുത്തുകൊണ്ട് പോകും അല്ലേ, കുളത്തിൽ നിന്നൊക്കെ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവയുടെ ആ ഷാർപ്പായിട്ടുള്ള കാഴ്ചയാണ് അവിടെ പറയുന്നത്. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പക്ഷി, നൗജവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ യൂത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട്, അതായത് യുവാവായ പക്ഷി എന്നാണ് പറയുന്നത് ഇവിടെ ലേഖകൻ പറയുന്നത്. കാരണം ഇന്നത്തെ തലമുറയുടെ പ്രതിനിധിയാണ് നമ്മുടെ ഇവിടുത്തെ പക്ഷി. അപ്പം അവൻ എന്താ ചെയ്തത്, ജമീൻ പർ ചലത്തി ഹുയി ഏക് ബൈൽഗാഡിക്കോ ദേക്കിലെത്താതെ, താഴത്തുകൂടെ പോകുന്ന, ജമീൻ എന്ന് വെച്ചാൽ നിലത്തുകൂടി പോകുന്ന ബൈൽഗാഡി, കാളവണ്ടി കാണുകയാണ്. ഉസ്മേ ബെഡെ ബെഡെ ബോരെ ബരെ ഹുയേ. ആ കാളവണ്ടിയിൽ വലിയ വലിയ ചാക്കുകൾ, ബോര എന്ന് വെച്ചാൽ ചാക്ക്, അതായത് ചാക്ക് എന്നുള്ളതാണ് കേട്ടോ. ഗാഡിവാല ചില്ലാ ചില്ലാക്കർ കാത്ത. ഗാഡിവാല ഒച്ചത്തിൽ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്, 2 ദീമക്കേം ലോ ഏക് പങ്ക് ദോ. 2 ചിതലെടുക്കൂ, ഒരു തൂവൽ തരൂ. അതായത് ഒരു തൂവലിന് 2 ചിതൽ നൽകാമെന്നാണ് വ്യാപാരി അവിടെ വിളിച്ചു പറയുന്നത്. അതായത് ഉറക്കെ വ്യാപാരി അവന്റെ പ്രോഡക്റ്റ് വിൽക്കാനായി ഒച്ച വെച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ചയാണ് നമ്മുടെ യുവപക്ഷി കേട്ടുകൊണ്ട് പെട്ടെന്ന് എടുത്തു ചാടി എന്താണെന്ന് നോക്കാന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത്, ഉയരമൊക്കെ ഉപേക്ഷിച്ച് താഴേക്ക് പറക്കുന്നത്. ഇനി നെക്സ്റ്റ് ഭാഗം നമുക്കൊന്ന് നോക്കാം. उस नौजवान पक्षी को दीमकों का शौक था. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते, जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत कर लेते. അതായത് യുവ പക്ഷിക്ക് ദീമക്കോങ്ക ഷൗക്കത, ഈ ചിതലിനോട് താല്പര്യമുണ്ടായി. ചിതൽ എന്താണെന്ന് അറിയാമോ? ദീമക്ക് വൈറ്റ് ആൻഡ് എന്നാണ് പറയുന്നത്. അതായത് വെളുത്ത ഉറുമ്പിനെ പോലെയുണ്ട്. പിന്നെ ഇവ മണ്ണിലാണ് കൂട് കൂട്ടുന്നത്. മരത്തിലും കൂട് കൂട്ടാറുണ്ട്. എങ്ങനെ? മണ്ണ് വെച്ചിട്ടാണ്. മണ്ണ് കൊണ്ട് ഇങ്ങനെ തടിയൊക്കെ ഇങ്ങനെ ദ്രവിച്ചു പോകും. സാധാരണഗതിയിൽ ചിതലെടുക്കും എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്.
വൈസേ തോ ഊഞ്ചെ ഉടനെ വാലെ പഞ്ചിയോങ്കോ, ഇപ്രകാരം ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക്, പഞ്ചി എന്ന് വെച്ചാലും ബേർഡ് എന്നുള്ളതാണ്, ഹവാമേഹി ബഹുത്ത് സേ കീടെ തൈർത്തെ ഹുയെ മിൽ ജാത്തേ, അതായത് കാറ്റിൽ പറന്നു പോകുന്ന ധാരാളം പ്രാണികളുണ്ട്. ആ പ്രാണികളെ ഇവർ പറക്കുമ്പോൾ തന്നെ ഭക്ഷണമാക്കും. പറന്ന് കുറെ ദൂരം പറന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ വയറ് നിറയും. ജിനെ ഖാക്കർ, അതിനെ കഴിച്ചിട്ട്, ആ പ്രാണികളെ, കീടങ്ങളെ കഴിച്ചിട്ട് അപ്പനി ഭൂക്ക് ദോടി ബൗത്ത് ശാന്ത് കർലേത്തെ, അതായത് അതിന്റെ നോർമലി ഉള്ള വിശപ്പിനെ അടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനാണ് ഈ ഉയരത്തിൽ ഈ പക്ഷികൾ പറക്കുന്നത്. ലേക്കിൻ ദീമക്കെ സിർഫ് ജമീൻ പർ മിൽത്തി ഥി, എന്നാൽ ഈ ചിതൽ കിട്ടുന്നത് മണ്ണിലാണ്, അതായത് താഴേക്ക് ഇറങ്ങണം, ഭൂമിയിലാണ്. കബി കബി പേടോംബർ, ചിലപ്പോഴൊക്കെ മരത്തിന്റെ ചില്ലയിൽ കാണാം. ജമീൻ സെ തനേ പർ ചടുക്കർ, അതായത് താഴെ നിൽക്കുന്ന മരത്തിന്റെ താഴത്തുനിന്ന് തുടങ്ങി അതിന്റെ തടി മുഴുവനും ഈ ചിതലിന്റെ വീട്, മൺവീട് ഉണ്ടാക്കും. അത് ഊഞ്ചിടാത്ത ഉയരമുള്ള ശാഖ വരെ മൺവീടുണ്ടാക്കും. ആര്? ഈ ചിതലുകൾ. വേ അപ്പന മടിയാല, എന്ന് വെച്ചാല് അതിന്റെ മണ്ണ് നിറഞ്ഞ ലംബാഘർ, മണ്ണ് നിറച്ച അവന്റെ വീട്. മടി എന്നുള്ളതാണ് മടിയാല എന്ന് വെച്ചാല് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ അവന്റെ വീട്. ലംബാഘർ ബനാലേത്തി, നീളമുള്ള വീടാക്കി വീണ്ടും വീണ്ടും ഇങ്ങനെ നീളം കൂട്ടിയിരിക്കുന്നു. അതിന്റെ അകത്തൂടെ ഈ ചിതൽ സഞ്ചരിക്കും. ലേക്കിൻ ഏസേ കുച്ച് ഈ പേട് ഹോത്തേ, ഇങ്ങനത്തെ കുറച്ച് മരങ്ങളേ ഉള്ളൂ, അതായത് ദ്രവിച്ചു നിൽക്കുന്ന മരങ്ങളിലാണ് കൂടുതലായിട്ട് ചിതൽ വരിക. അവർ വേ സഭ ഏക്ക് ജഗഹിനെ മിഴ്ത്തി, അത് ഒരു സ്ഥലത്ത് തന്നെ കാണില്ല, ഒരുപാട് അന്വേഷിച്ചാലേ ഈ ചിതലിനെ കിട്ടുകയുമുള്ളൂ. नौजवान पक्षी को लगा यह तो बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरों में भरकर बेच रहा है. അപ്പൊ നവജവാൻ പക്ഷി, യുവപക്ഷിക്ക് ഇതൊരു സൗകര്യമായി തോന്നി. എന്താണ്? ബഡി സുവിധ, വലിയ സൗകര്യമായി തോന്നി. ഏക ആദ്മി, ഒരു മനുഷ്യൻ, ദീമക്കോങ്കോ ബോരോമേം ബർക്കർ ബേച്ച് റഹാഹേ, അപ്പൊ ഈ കഷ്ടപ്പെട്ട് കിട്ടുന്ന, റയറായിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ ചിതൽ. അപ്പൊ ഈ ചിതലിനെ ഒരു ചാക്കിൽ നിറച്ച് വിൽക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് വാങ്ങാൻ പറ്റുമല്ലോ എന്നത് ഒരു സൗകര്യമായിട്ട് നമ്മുടെ യുവപക്ഷിക്ക് തോന്നി. അപ്പനെ ഉഞ്ചായിയാം ചോടുക്കർ മണ്ടരാത്താഹുവ നീജെ ഉദർത്താഹേ, അവൻ തന്റെ ഉയരങ്ങൾ ഉപേക്ഷിച്ചിട്ട് മണ്ടരാത്താഹുവ, പറന്ന് എവിടേക്ക് വന്നു? നീജെ ഉദർത്താഹേ, താഴേക്ക് പറന്നു. അവർ പേടിക്ക് ഏക്ക് ഡാൽപ്പർ ബൈഡ്ജാത്ത, മരത്തിന്റെ ഒരു ചില്ലയിൽ വന്നിരുന്നു. അതായത് യുവാക്കളെയാണ് ഇവിടെ പക്ഷി പ്രതിനിധാനം ചെയ്യുന്നത്. ഏതെങ്കിലുമൊക്കെ ഓഫറുകൾ ഓരോരുത്തർ പറയുമ്പം നമ്മൾ മുൻപിൻ ചിന്തയില്ലാത്ത രീതിയിൽ നമ്മൾ എടുത്തു ചാടി അല്ലെങ്കിൽ ആ പ്രലോഭനത്തിൽ നമ്മൾ വീണു പോകുമെന്നുള്ളതാണ്. ഇവിടെ വ്യാപാരിയുടെ ഉറക്കെയുള്ള വിളിയിൽ അതെന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷയിൽ പക്ഷി താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ അവന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ സൗകര്യമാണല്ലോ എന്ന് തോന്നി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. दोनों का सौदा तय हो जाता है. अपनी चोंच से एक परी को खींचकर तोड़ने में उसे तकलीफ होती है, लेकिन उसे वह बर्दाश्त कर लेता है. मुंह में बड़े स्वाद के साथ दो दीमकें दबाकर वह पक्षी फुर से उड़ जाता है. എന്താ ഇവിടെ പറയുന്നത്? ദോനോ കാ സൗദ തൈ ഹോ ജാത്ത ഹെ, രണ്ടുപേരുടെയും വ്യാപാരം ഉറപ്പിച്ചു. സൗദ എന്ന് വെച്ചാൽ സെൽ, വ്യാപാരം. തൈ കർണ എന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ വ്യാപാരം ഉറപ്പിച്ചു രണ്ടുപേരും തമ്മിൽ. അപ്പനെ ചോഞ്ചസെ, തന്റെ ചുണ്ട് കൊണ്ട്, ചോഞ്ചെന്ന് വെച്ചാൽ ബീക്ക്, ചുണ്ട്. ഏക്ക് പരുക്കോ, പരെന്ന് വെച്ചാൽ തൂവൽ ഖീഞ്ചിക്കർ, പൊട്ടിച്ചെടുത്ത്, തോടിനേമേ ഉസെ തക്ലീഫ് ഹോത്തിയെ, വലിച്ച് പൊട്ടിച്ചെടുക്കാൻ അവന് ബുദ്ധിമുട്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ ഉസെ വഹ് ബർദസ്ത് കർ ലേത്താഹേ, അവൻ സഹിക്കുക തന്നെ ചെയ്തു. ബർദസ്ത് എന്ന് വെച്ചാൽ സഹിക്കുക, വേദന അവൻ സഹിച്ചുകൊണ്ട് അത് പറിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? വ്യാപാരിക്ക് കൊടുത്തു. മുഹമ്മേം ബെഡേ സ്വാദിക്കേ സാത്ത്, വായ് നല്ല ടേസ്റ്റ് തോന്നിയവനല്ലേ. ദോ ദീമക്കോ ദബാക്കർ, ആ ചിതലുകളെ ചവച്ച് തിന്നുകൊണ്ട് ദബാക്കർ വായിൽ അമർത്തിയിട്ട് ബഹു പക്ഷി, ആ പക്ഷി ഫുരുസെ ഉടിജാത്താഹെ, തന്റെ ചിറക് കൊണ്ട് പറന്നകന്നു. അപ്പൊ എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഇവിടെ കോർപ്പറേറ്റുകൾ പല പല പരസ്യങ്ങളുമായി നമ്മളെ യുവാക്കളെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഇതുമായി വരുന്ന, ബിസിനസ്സുമായി വരുന്ന ആൾക്കാരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവർ പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ അതിലേക്ക് പ്രലോഭിപ്പിക്കും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിക്കും അല്ലെ. അതുപോലെ ജങ്ക് ഫുഡ്, പലതരം ജങ്ക് ഫുഡുകൾ കടകളിൽ ഇങ്ങനെ തൂക്കിയിടും. അതെല്ലാം യുവാക്കളും അല്ലെ കുട്ടികളും ഒക്കെയാണ് ഇതിന് കൂടുതൽ ഇരകളായി തീരുന്നത്. അവരാണ് പെട്ടെന്ന് ചാടിക്കേറിയത് വാങ്ങിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള വശങ്ങളൊന്നും നമ്മൾ അന്നേരം എന്ത് ചെയ്യില്ല, ചിന്തിക്കില്ല.
अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और 1 पर देने में बड़ी ആസാനി മാലൂം ഹുയി. അപ്പം ഈ പക്ഷിക്ക് ഇതൊരു ശീലമായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ പക്ഷിക്ക് ഗാഡി വാലയിൽ നിന്നും 2 ചിതലുകൾ വാങ്ങുന്നതും ഒരു തൂവൽ കൊടുക്കുന്നതും ബെടി ആസാനി മാലൂം ഹുയി, വളരെ ഈസി ആണല്ലോ എന്ന് അവന് തോന്നി. അതായത് അവന് സ്വാഭാവികമായ ആഹാരം കഷ്ടപ്പെട്ട് പറന്നുപോയി എടുക്കാതെ എവിടെയെങ്കിലും വന്നിരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ളത് അവനൊരു സൗകര്യമായി തോന്നി എന്നുള്ളതാണ്. वही रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंग देकर 2 दीमकें खरीद लेता. അവൻ രോസ് ദിവസവും ഡെയിലി തീസരെ പഹർ, 3-ാം യാമം, അതായത് 3 മണിക്കൂർ കൂടുമ്പോഴാണ് ഒരു യാമം എന്നുള്ളത് പറയുന്നത്. തീസരെ പഹർ നീജെ ഉദർത്ത അവർ ഗാഡി വാലേക്കോ ഏക്ക് പങ്ക് ദേക്കർ, 3-ാം യാമത്തിൽ, അതായത് 3 മണി കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്നാണ്, താഴേക്ക് ഇറങ്ങി വരും. ഗാഡി വാലയ്ക്ക് ഒരു പങ്ക് തേക്കർ, തന്റെ ചിറകിൽ നിന്ന് ഒരു തൂവല് കൊടുക്കും. 2 ദീമക്കേം ഖരീദിലെത്താം, അവൻ ചിതൽ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും. कुछ दिनों तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने समझाने की कोशिश की कि बेटे, दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपना पंग तो हरगिज नहीं दिए जा सकते हैं. അപ്പൊ കുറേ ദിവസം കഴിഞ്ഞു. പക്ഷി ഇതൊരു ശീലമാക്കി മാറ്റി. അങ്ങനെ ഒരു ദിവസം കുച്ച് ദിനോന്ത കൈസാഹിച്ചട്ട, കുറേ ദിവസങ്ങൾ ഇങ്ങനെ അങ്ങ് കടന്നുപോയി. അപ്പം ഒരു ദിവസം അവന്റെ അച്ഛൻ ഇത് കണ്ടു. പിതാനെ ദേക്കിലിയ ഉസിനെ സമച്ചാനയ്ക്ക് കോശിഷ്കി, അദ്ദേഹം ആ അച്ഛൻ പറഞ്ഞവനെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും. എന്താണ്? മകനെ, ദീമക്കെ മാമാര സ്വാഭാവിക ആഹാർ നഹിഹേ, ദീമക്ക് എന്ന് പറയുന്നത് നമ്മളുടെ സ്വാഭാവികമായ ഒരു ആഹാരമല്ല, അത് കൃത്രിമ ഭക്ഷണമായിട്ടാണ് കൂട്ടുന്നത്. അതായത് ജങ്ക് ഫുഡ് പോലെയാണ്. അത് എല്ലാ ദിവസവും ഇങ്ങനെ തൂവല് കൊടുത്ത് കഴിക്കുന്നത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് നീ ഈ ശീലം ഉപേക്ഷിക്കണമെന്ന് ആര് പറഞ്ഞു കൊടുക്കും? നമ്മുടെ ഈ അച്ഛൻ, അതായത് മുതിർന്ന ആൾക്കാർ പുതുതലമുറയെ ഉപദേശിക്കും. പക്ഷെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുവതലമുറയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ ആ ഉപദേശം, ഈ അച്ഛന്റെ ഉപദേശമൊന്നും യുവപക്ഷിക്ക് സ്വീകാര്യമായിരുന്നില്ല. അവൻ എന്ത് ചെയ്തു? അവൻ ആ ഉപദേശമൊന്നും സ്വീകരിച്ചില്ല. അവൻ ക്ഷമയോടെ കേൾക്കാനും സ്വീകരിക്കാനും അവന് കഴിഞ്ഞില്ല. അപ്പം ഇതിങ്ങനെ ആരെങ്കിലും ഉപദേശിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടേറെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തരാകാം. അത് യുവതലമുറ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ശരി, ക്ഷമയോടുകൂടി അതൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ ബെഡേഹി ഗർവ്സെ അപ്പന മുഹ് ദൂസരി ഓർ കർലിയ, വളരെ അഹങ്കാരത്തോടുകൂടി പക്ഷി തന്റെ അച്ഛൻ പറഞ്ഞൊന്നും കേൾക്കാതെ മുഖം എന്ത് ചെയ്തു? മുഖം തിരിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉസേ ജമീൻ പർ ഉതർക്കർ ദീമക്കി ഗാനക്കി ചട്ട് ലഗ് ഗൈധി എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങി ഈ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഈ ജങ്ക് ഫുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്രിമമായി അദ്ദേഹം എടുത്തുകൊണ്ടുവരുന്ന ഈ ചിതലിനെ ഭക്ഷിക്കാനായി അവൻ താഴേക്ക് ദിവസവും ഇറങ്ങിക്കൊണ്ടിരുന്നു. അബു ഹുസൈൻ നെത്തോ ദൂസരെ കീടെ അച്ഛേ ലക്തേ നഫൽ, മറ്റുള്ള കീടങ്ങൾ അവന് നന്നായി തോന്നിയില്ല. പഴങ്ങളും അവന് ഇഷ്ടപ്പെട്ടില്ല. അനാജിക്ക് ധാന്യമണികളും അവന് ഇഷ്ടപ്പെട്ടില്ല. അതായത് പക്ഷിയുടെ സ്വാഭാവിക ആഹാരങ്ങൾ എന്ന് പറയുന്നത് ചെറു പ്രാണികളും പഴങ്ങളും ധാന്യങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ തിന്നാണ് അവർ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഈ ദീമക്ക് തിന്നാൻ തുടങ്ങിയപ്പോൾ ദീമക്കോങ്കാ ഷൗക്ക്, ഈ ദീമക്കിനോടുള്ള താല്പര്യം ഉസ്പർ ഹാവി ഹോ ഗയാഥ, അതായത് ഹാവി ഹോനാന്ന് വെച്ചാൽ ആധിപത്യം സ്ഥാപിക്കുക. അവന്റെ നാവിലെ ടേസ്റ്റ് ബഡ്സ് ഉണ്ടല്ലോ, അതിലകത്തേക്ക് ഈ ചിതലിന്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവന് മറ്റുള്ള സാധാരണ ഭക്ഷണങ്ങൾ ഒന്നും തന്നെ ടേസ്റ്റ് ഇല്ലാത്തതായി മാറി. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ജങ്ക് ഫുഡൊക്കെ കഴിച്ചു, അതായത് നമ്മൾ കടകളിലെ ഹോട്ടലുകളിലൊക്കെ പോയി പലതരം കറികൾ, ചൈനീസ് കറികൾ, അതുപോലെ ഷവർമ, അങ്ങനെയുള്ള കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്ന് അമ്മ വെക്കുന്ന ചിക്കൻ കറിയൊക്കെ കഴിക്കുമ്പോൾ എന്ത് പറയും? അമ്മ ആ കടയിലെ ടേസ്റ്റ് ഇല്ലെന്ന് പറയും. കാരണം അതിനകത്ത് ധാരാളം പ്രിസർവേറ്റീവ്സും പിന്നെ അതുപോലെ തന്നെ കൃത്രിമ സാധനങ്ങളും ചേർത്തിട്ടാണ് ഇത് നിറവും മണവും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറേ നാൾ കഴിച്ചു കഴിയുമ്പം നമ്മളുടെ ടേസ്റ്റ് ബഡ്സ്, അതായത് നമ്മുടെ നാവിലെ രുചി മുകുളങ്ങളൊക്കെ ആ ഒരു ടേസ്റ്റിൻ്റെതായിട്ട് മാറും. പിന്നെ നമുക്ക് നോർമൽ ഫുഡ് കഴിച്ചാൽ ടേസ്റ്റ് ഇല്ലാണ്ടാവും. ഇവിടെ നമുക്ക് പലതും എടുക്കാം. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ, മദ്യവും മയക്കുമരുന്നും ഒക്കെ വരുന്നുണ്ട്. ഈ ജങ്ക് ഫുഡ് മാത്രമല്ല, ഈ യുവാക്കളായ ആളുകൾ ഇതിലൊക്കെ പോയി പെട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ ടേസ്റ്റ് മൊത്തം മാറും. നമ്മുടെ സ്വാഭാവിക രീതികളെല്ലാം തന്നെ മാറി മറിയും എന്നൊരു സൂചന കൂടെയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്.
लेकिन ऐसा कितने दिनों तक चलता। उसके पंखों की संख्या लगातार घटती चली गई। अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था। न बहुत समय तक पंख उसे सहारा दे सकते थे। आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ की चोटियों, गुंबदों और बुर्जों पर हाँफते हुए बैठ जाना पड़ता। उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते। वह बहुत पिछड़ जाता, फिर भी दीमक खाने का उसका शौक कम नहीं हुआ। दीमकों के लिए गाड़ी वाले को वह अपने पंख तोड़ तोड़ कर देता रहा. എന്താ ഇവിടെ പറയുന്നത് നോക്കാം. അപ്പൊ ഇങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഈസാക്ക് ഇത്തനേ ദിനം ചലത്ത കുറേ ദിവസങ്ങൾ ഇങ്ങനെ അങ്ങ് കടന്നുപോയി. ഉസ്കെ പങ്കോങ്കി സംഖ്യ ലഗാതാർ കട്ടി ചലി ഗായി. അവന്റെ ചിറകിന്റെ എണ്ണം വളരെ കുറഞ്ഞു കുറഞ്ഞു വന്നു. അബുവഹു ഊഞ്ചായിയോം പർ അപ്പന സന്തുലൻ സാധ് നഹീ സക്താ ഥാ. അതുകൊണ്ട് ഉയരത്തിൽ അവൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സന്തുലൻ സാധ് നഹീ സക്താ എന്ന് വെച്ചാല് അവന്റെ ഒരു സന്തുലനാവസ്ഥ ഉണ്ടല്ലോ, അവന്റെ ഒരു പിന്നെ കഴിവ്, അവന്റെ ആ ഒരു പറക്കാനുള്ള കഴിവ്, ഉയരത്തിലൊക്കെ പറക്കാനുള്ള ആ ഒരു കഴിവ് അവന് നഷ്ടപ്പെട്ടു. അവിടെ നിലനിൽക്കുവാനുള്ള അവന്റെ ഒരു കഴിവ് അവന് കുറഞ്ഞു കുറഞ്ഞു വന്നു. ബഹു സമയത്ത് പങ്കൂസെ സഹാരാ ദേ സക്തേ ഥേ. അതായത് തൂവലുകൾ കുറവായതുകൊണ്ട് അവന്റെ ചിറകുകൾ അവൻ ഒരുപാട് ആശ്രയം നൽകുന്നില്ല. അവന് കുറേ നേരം അങ്ങനെ അന്തരീക്ഷത്തിൽ പറന്നു നിൽക്കാൻ കഴിയുന്നില്ല. ആകാശയാത്രയ്ക്ക് ദൗരാൻ ഉസെ ജൽദി ജൽദി പഹാടി ചട്ടാനോ. അതായത് ആകാശത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ അവൻ വലിയ വലിയ പഹാഡ് എന്ന് വെച്ചാൽ പർവ്വതങ്ങളും പാറക്കെട്ടുകളുടെയൊക്കെ മുകളിൽ കയറ്റങ്ങളിൽ കയറിയിരിക്കും. അതുപോലെ പേടോങ്കി ചോട്ടിയും മരച്ചില്ലകളിലും ഗുംബദോ മോർ ബുർജോം പർ ഹാഫ്തെ ഹുയെ ബൈഠ് ജാന. അതായത് അമ്പലത്തിലെ പള്ളികളിലേക്ക് ഈ മിനാരങ്ങളും കുബ്ബ എന്ന് പറയും, അതായത് ആ ഗോളം പോലെ ഇങ്ങനെ ഉണ്ടാക്കത്തില്ലേ, അതിനാണ് പറയുന്നത് കുബ്ബ, ബുർജ് എന്നൊക്കെ പറയുന്നത്. അതിലെല്ലാം പോയി എന്ത് ചെയ്തു, ബൈഠ് ജാന പഠിത്ത, അതിലൊക്കെ വന്ന് ഇരുന്നു. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते। वह बहुत पिछड़ जाता, फिर भी दीमक खाने का उसका शौक कम नहीं हुआ. दीमकों के लिए गाड़ी वाले की वह अपने पंख तोड़ तोड़ कर देता रहा. എന്താ ഇവിടെ പറയുന്നത് നോക്കാം. അവന്റെ കൂട്ടുകാരും കുടുംബാംഗങ്ങളും എന്താ ചെയ്തത്, ഉസ്കെ പരിവാർ വാലെ തഥാ മിത്ര ഊഞ്ചായിയോം പർ തൈർത്തെ ഹുയെ ആകെ ബഡ് ജാത്തെ. അവന്റെ കുടുംബാംഗങ്ങളും മിത്രങ്ങളും കൂട്ടുകാരും വായുവിൽ നീന്തി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ ആ പക്ഷി വഹു ബഹുത്ത് പിച്ചട് ജാത്ത, അവൻ വളരെ പിന്നിലായിപ്പോയി. ബിർബി ദീമക് ആനെ കാ ഉസ്കാ ഷൗക്ക് കം നഹി ഹുവാ ഥാ. ദീമക്ക് അതായത് ചിതല് തിന്നുവാനുള്ള അവന്റെ താല്പര്യം കുറഞ്ഞുമില്ല, അവൻ അതിന് അഡിക്ഷൻ ആയിപ്പോയി. അവനിൽ ആ ചിതലുകളുടെ ടേസ്റ്റ് ആധിപത്യം സ്ഥാപിച്ചിരുന്നു. അതുപോലെ തന്നെ ദീമക്കോങ്കിലിയെ ഗാഡിവാലോക്കോ വഹ അപ്പനെ പങ്ക് തോട് തോടുക്കർ ദേത്താ രഹാ. ഈ ചിതലുകൾ തിന്നുന്നതിന് വേണ്ടി തന്റെ തൂവലുകൾ പിഴുതെടുത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. ഇവിടെ ഒരു യുവാവിന്റെ പ്രതിനിധിയാണ് നമ്മുടെ പക്ഷി. ഈ ജങ്ക് ഫുഡിലേക്കും അതുപോലെ പ്രലോഭനങ്ങളുമായി വരുന്നവരുടെ വലയിൽ കുടുങ്ങിക്കൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോകുന്ന ഒരു യുവ തലമുറയുടെ നേർക്കാണ് നമ്മുടെ കഥാകൃത്ത് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള അമിതമായ ഉപഭോഗം, അതായത് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ ഉപഭോഗം കൊണ്ട് നമ്മൾ പണം നഷ്ടപ്പെടുന്നത് കൂടാതെ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നഷ്ടപ്പെടുന്നത് കൂടാതെ, കുടുംബ ബന്ധങ്ങളും ശിഥിലമായി പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഒട്ടും അന്യമല്ല. അതുകൂടെ നാം ഓർക്കേണ്ടതുണ്ട്. പിന്നെ അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. फिर उसने सोचा कि आसमान में उड़ना ही फिजुल है, वह मूर्खों का काम है. उसकी हालत यह थी कि अब यह आसमान में उड़ ही नहीं सकता था. वह सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच जाता. അതായത് അവൻ ചിന്തിച്ചു, ആകാശത്തിൽ പറക്കുക എന്ന് പറഞ്ഞാൽ, ആസ്മാൻമേ ഉടിന ഹി ഫിസുൽ ഹെ എന്ന് പറഞ്ഞാല് ആകാശത്ത് പറക്കുന്നത് ഒരു അധികപ്പറ്റാണ്, അല്ലെങ്കിൽ വിഡ്ഢികളുടെ ജോലിയാണ്. കാരണം എന്താണ്, അവനിപ്പോൾ ആകാശത്ത് പറക്കാൻ കഴിയുന്നില്ല. അതിന് അവൻ ഒരു ന്യായീകരണം അവിടെ കണ്ടെത്തുകയാണ്. ആകാശത്ത് പറക്കുന്നതൊക്കെ എന്താണ്, വിഡ്ഢികളുടെ പണിയാണ്. ഉസ്കി ഹാലത്ത് യഹ്ദീക്ക്, എന്നാൽ അവന്റെ അവസ്ഥ ഇതായിരുന്നു. ആസ്മാൻമേ ഉടുഹി നെയ് സക്താ ഥാ, ആകാശത്തിൽ ഉയർന്നു പറക്കാൻ അവന് കഴിയുമായിരുന്നില്ല. സിർഫ് ഏക് പേട് സെ ഉടുക്കർ ദൂസരെ പേട് തക് പഹുഞ്ച് പാത്ത, അവൻ ഒരു മരത്തിന്റെ ചില്ലയിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് മാത്രം പറക്കാനേ അവന് കഴിഞ്ഞിരുന്നുള്ളൂ. ആ ഒരു കഴിവും ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ബി കം ഹോത്തി ഹെ,
പതുക്കെ പതുക്കെ അവന്റെ ഈ ഒരു കഴിവ്, ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് പറക്കാൻ, ഒരു മരത്തിൽ നിന്നും വേറൊരു മരത്തിലേക്ക് പറക്കാനുള്ള കഴിവ് കൂടെ അവന്റെ നഷ്ടപ്പെട്ടിരുന്നു. और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता लेकिन दीमक आने का शौक नहीं छूटा. അതായത് ക്രമേണ അതിന്റെ ഈ ഒരു കഴിവും കുറഞ്ഞു വന്നു. ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് പറക്കാനുള്ള കഴിവ് പോലും അവൻ കഷ്ടപ്പെട്ടാണ് ചെയ്തിരുന്നത്. എന്നിട്ടും അവൻ എന്ത് ചെയ്തില്ല? ദീമക്ക് കാനേക്കാ ഷൗക്ക് നെഹിം ചൂട്ട, ചിതല് തിന്നുക എന്നുള്ള ആ ഒരു സ്വഭാവം അവൻ അവിടെ ഉപേക്ഷിച്ചില്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, മദ്യവും മയക്കുമരുന്നും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു രസത്തിനാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരുടെ വലയിൽ അകപ്പെട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് മുക്തി നേടുക എളുപ്പമല്ല എന്നതുകൂടെ നമ്മളിവിടെ ഒന്ന് ഓർക്കുക. പിന്നെന്താണ്? ബീച്ച് ബീച്ച് में गाड़ी वाला बुत्ता दे जाता जाता वह कहीं नजर में न आता പക്ഷേ उसके इंतजार में खुलता रहता. അതായത് ഇടയ്ക്കിടയ്ക്ക് കച്ചവടക്കാരൻ ചതി കാണിച്ചു. അതായത് എല്ലാ ദിവസവും അവൻ വരത്തില്ല. ബീച്ച് ബീച്ച് में गाड़ी वाला बुत्ता दे जाता എന്ന് വെച്ചാൽ ചതിച്ചു. അതുപോലെ തന്നെ പക്ഷി അവനെ നോക്കിയിരുന്നു. വഹ് കഹി നസർ മേ നാത്ത, അവനെ കാണാൻ പോലും കിട്ടിയില്ല. പല സ്ഥലത്തും അവൻ മുങ്ങി നടന്നു. പക്ഷി ഉസ്കി ഇന്റസാർ മേ ഖുൽത്താ രഹതാ ഥാ, പക്ഷി അയാളെ പ്രതീക്ഷിച്ച് അലഞ്ഞ് തളർന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് പിന്നെ വേണ്ടി വരും. ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നാണ് പറയുന്നത്, അതിന്റെ ഉപയോഗം നിർത്തിക്കഴിഞ്ഞാൽ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. മറ്റ് ഭക്ഷണങ്ങൾ അവന് കഴിക്കാൻ സാധിക്കുന്നില്ല. लेकिन दीमकों का शौक जो उसे था उसने सोचा मैं खुद दीमकें ढूंढूंगा, इसलिए वह पेड़ पर से उतर कर जमीन पर आ गया और घास के एक लहराते गुच्छे में सिमट कर बैठ गया. എന്താ ഇവിടെ പറയുന്നത്? പക്ഷേ ചിതലുകളോടുള്ള താല്പര്യം ആ പക്ഷിക്ക് ഷൗക്ക് ജോസേധ അവൻ ഉണ്ടായിരുന്നു. ഉസിനെ സോച്ച, അവൻ ചിന്തിച്ചു, മേം ഖുദ് ദീമക്കെ ടൂണ്ടൂങ്ക, ടൂണ്ടിനെ അന്വേഷിക്കുക, ഞാൻ സ്വയം ചിതലുകളെ തിരയും, വ്യാപാരി കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ സ്വന്തം ഇത് തിരയുമെന്ന് അവൻ തീരുമാനിക്കുന്നു. ശ്രീ വഹു പേടുപർസെ ഉദർക്കർ, അവൻ മരത്തിൽ നിന്ന് ഇറങ്ങി, ജമീൻ പർ ആകയ, മണ്ണിലേക്ക് ഇറങ്ങി വന്നു, അതായത് താഴെ അവൻ ഇറങ്ങി. അവർ ഘാസ് കെ ഏക്ക് ലഹരാത്തെ ഗുച്ചേമേ സിമട്കർ ബൈഠ് ഗയ, അതായത് താഴെ കുറെ പുല്ലുകളൊക്കെ ഉണ്ട്. അങ്ങനെ എന്താ അവൻ ചെയ്യുന്നേ നോക്കാം. ദീമക്കെ ചുൻ ചുൻകർ ഖാനയ്ക്ക് ബജായ് ഉനെ ഇക്കട്ടാ കർണേലക, അവൻ ആ പുൽപ്പടർപ്പിനടിയിൽ ചുരുണ്ടുകൂടി ഇരുന്ന് പല സ്ഥലത്തു നിന്നായിട്ട് അവൻ ദീമക്ക്, ചിതൽ ശേഖരിച്ചു. എന്നിട്ട് എന്താണ്? ഖാനയ്ക്ക് ബജായ്, കാരണം അവൻ കഴിക്കുന്നതിന് പകരം അത് ഇക്കട്ടാ കർണയിലേക്ക് കൂട്ടി കൂട്ടി വെച്ചു എന്നാണ് പറയുന്നത്. അപ്പം അബ് ഉസ്കെ പാസ് ദീമക്കൊങ്കെ ടേർ ഹോഗേ, ആ പക്ഷിയുടെ മുന്നിൽ, അതായത് അവൻ വളരെ കഷ്ടപ്പെട്ട് നിലത്ത് നിന്ന് ചിതലുകളെ ശേഖരിച്ച് കൂട്ടി വെച്ചു. അപ്പോൾ അതിന്റെ പക്കൽ ചിതലുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം എന്തിനായിരിക്കും പക്ഷിക്ക് ഒരു വീണ്ടു വിചാരം ഉണ്ടാകുകയാണ്, ഇത് തിരിച്ചു കൊടുക്കാനായിരിക്കും അവൻ കൂട്ടി കൂട്ടി ഇങ്ങനെ വെക്കുന്നു അല്ലെ. ഇനി എന്താണ്? ഫിർ ഏക് ദിൻ ഏകായക് വഹ് ഗാഡി വാല ദിഖായി ദിയ, പക്ഷി കോ ബഡി ഖുഷി ഹുയി, ഉസ്നെ പുകാർ കർ കഹാ ഗാഡി വാലെ ഓ ഗാഡി വാലെ मैं कब से तुम्हारा इंतजार कर रहा था. അതായത് ഒരു ദിവസം പെട്ടെന്ന്, ഏകായക് എന്ന് വെച്ചാൽ സഡൻലി, പെട്ടെന്ന് ഗാഡിവാല ദിഖായി ദിയ, ആ വണ്ടിക്കാരൻ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷിക്കോ ബെഡി ഖുഷി ഹുയി, പക്ഷിക്ക് വളരെയധികം സന്തോഷമായി. ഉസിനെ പുക്കാർ കർ കഹ, അവനെ വണ്ടിക്കാരനെ ആ പക്ഷി വിളിച്ചു, ഗാഡിവാലെ ഓ ഗാഡിവാലെ, വണ്ടിക്കാര ഓ വണ്ടിക്കാര, നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ പക്ഷിയെ കണ്ടില്ല വണ്ടിക്കാരൻ, ശബ്ദം കേട്ടപ്പോൾ, പരിചയ ശബ്ദം കേട്ട് വണ്ടിക്കാരൻ അവിടെ എന്ത് ചെയ്തു? നിന്നു. അപ്പൊ പക്ഷീനെ കഹാ ദേക്കോ മേനെ കിത്തനി സാരി ദീമക്കെ ജമാക്കർ ലി, അപ്പൊ പക്ഷി പറഞ്ഞു, നോക്കൂ ഞാൻ എത്ര ചിതലുകളെ ശേഖരിച്ചിരിക്കുന്നു എന്ന്. അപ്പം ഗാഡി വാലേക്കോ പക്ഷിക്ക് ബാത്ത് സമച്ചുമേ നെയ്യായി, വണ്ടിക്കാരന് പക്ഷി പറഞ്ഞത് മനസ്സിലായില്ല. ഉസിനെ സിർഫ് ഇത്തനാ കഹാ തോ മേം ക്യാ കരും, അതായത് വണ്ടിക്കാരന്റെ പക്ഷി പറഞ്ഞത് മനസ്സിലായില്ല, അയാൾ ഇത്രമാത്രം പറഞ്ഞു, അതിന് ഞാൻ എന്ത് ചെയ്യണം. അതായത് പക്ഷി പറയുകയാണ്, നോക്കൂ ഞാൻ എത്ര ചിതലുകളെ ശേഖരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം വണ്ടിക്കാരന്റെ മറുപടി, അതിന് ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം പക്ഷി പറഞ്ഞു, ഏ മേരി ദീമക്കൻ ലേലോ ഔർ മേരെ പങ്ക് മുച്ചെ വാപ്പസ് കർ ദോ, പക്ഷിനെ ജവാബ് ദിയ, എന്റെ ഈ ചിതലുകൾ എടുക്കൂ, എന്നിട്ട് എന്റെ ചിറകുകൾ, അതായത് എന്റെ തൂവലുകൾ എനിക്ക് മടക്കി തരൂ. പക്ഷി മറുപടി പറഞ്ഞു. അപ്പൊ ഗാഡിവാല എന്താ പറയുന്നതെന്ന് നോക്കിയേ. ഗാഡിവാല ടടാക്കർ ഹസ്പട, ഉസ്നെ കഹാ ബേവക്കൂഫ് മേം ദീമക് കെ ബദലെ പങ്ക് ലേത്താ ഹൂം,
പങ്കക്കെ ബദലെ ദീമക് നഹിം. ഇവിടെ എന്താണ് പറയുന്നത്? വണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചു. അയാൾ പറഞ്ഞു, വിഡ്ഢി, ബേവക്കൂഫ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നാണ്. മേം ദീമക്കേ ബദലെ പങ്ക് ലേത്താഹും. ഞാൻ എന്താണ് എടുക്കുന്നത്? തൂവലുകളാണ് എടുക്കുന്നത്. ചിതലുകൾക്ക് പകരം ഞാൻ തൂവലുകൾ എടുക്കും. തൂവലുകൾക്ക് പകരം ഞാൻ ചിതലല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. പങ്ക് കെ ബദലെ ദീമക് നഹിം ഗാഡിവാല പങ്ക് ശബ്ദ പർ ബഹുത്ത് ജോർ ദിയാ ഥാ. അതായത് വണ്ടിക്കാരൻ ആ പങ്ക്, ചിറക് എന്ന് പറഞ്ഞതിന് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ഞാൻ എടുക്കില്ല. അവിടുത്തെ ആ ഒരു ചതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗാഡിവാല ചലാഗ. ഇത് പറഞ്ഞുകൊണ്ട് ഗാഡിവാല എന്ത് ചെയ്തു? അവിടെ നിന്നും കടന്നുപോയി. പക്ഷി ചട്പടാക്കർ രഹ് ഗയ. ഏക് ദിൻ ഏക് കാലി ബില്ലി ആയി അവർ അപ്പനെ മുഹ്മേ മുസെ ദബാക്കർ ചലികെ. അങ്ങനെ അവസാനം നമ്മുടെ പക്ഷിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അതായത് ഒരു പൂച്ച, ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്നു. കാലി ബില്ലി ആയി, കറുത്ത പൂച്ച വന്നു. അവർ അപ്പനെ മുഹ്മേ ഉസെ ദബാക്കർ ചലികെ. അവൻ അവന്റെ വായിൽ ആ പക്ഷിയെ അമർത്തിക്കൊണ്ട് നടന്നുപോയി. എന്ന് പറഞ്ഞാൽ ആ പക്ഷിയെ ആ പൂച്ച തിന്നു. അപ്പോൾ ആ പക്ഷിയുടെ രക്തം എന്താണ്? തബൂസ് പക്ഷിക്ക് ഖൂൻ, രക്തം ടപക് ടപക്കർ ജമീൻ ബർ ബൂന്തോങ്കി ലക്കീർ ബനാ രഹാ ഥാ. പക്ഷിയുടെ രക്തം തുള്ളി തുള്ളിയായി നിലത്ത് വീണ് ഒരു രേഖ വരയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ദീമക് എന്ന കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ? ഗജാനൻ മുക്തിബോധിന്റെ ഒരു വലിയ കഥയിലെ ഒരു ചെറിയ കഥയാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത്. പക്ഷി തന്റെ അലസതയിലൂടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നതാണ് അല്ലെ. അലസത നിറഞ്ഞ മനസ്സെന്ന് പറയുന്നത് ചെകുത്താനെ പണിപ്പുര എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് വേണ്ടത് പ്രവർത്തന നിരതമായ ഒരു മനസ്സാണ്. കർമ്മോന്മുഖമായ മനസ്സോടുകൂടി കൃത്യതയോടെ നാം ജോലി ചെയ്തു കഴിഞ്ഞാൽ ജീവിത ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും എന്നൊരു മെസ്സേജാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത് കൂടാതെ പരസ്യങ്ങളുടെ പിന്നാലെ നമ്മൾ പായുന്നു അല്ലെ. പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കച്ചവട സംസ്കാരത്തിന്റെ ഒരു പ്രതിഫലനമാണെന്ന് കൂടെ നമ്മൾ ഓർക്കുക. ചതിയിലും വഞ്ചനയിലും പെടാതെ നമുക്ക് കിട്ടിയ ഈ ജീവിതം നന്നായി ജീവിച്ചു തീർക്കുക എന്നൊരു മെസ്സേജാണ് ഗജാനൻ മുക്തിബോധിന്റെ കഥ നൽകുന്നത്. കുറച്ച് വർക്ക് കൂടെ ഇടുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.